നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ, ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ദിവസേന ടി വി തുറന്നു കഴിഞ്ഞാലും ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞാലും നിസ്സാര കാര്യങ്ങൾക്ക് ആത്മഹത്യ. ഈ ആത്മഹത്യാ പ്രവണത എന്തുകൊണ്ട് വരുന്നു? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിന് ഒരു ഫാക്ടേഴ്സല്ല, അത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അത് നോൺ ഫാക്ടേഴ്സ് ഉണ്ട്, അൺനോൺ ഫാക്ടേഴ്സും ഉണ്ട്. അപ്പോൾ ഈ പ്രവണത വരാൻ കാരണം എന്താണ്? അതായത് ആങ്സൈറ്റി, ഡിപ്രഷൻ, വറി. അത് പല കാരണങ്ങളാണ്. അതായത് നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ടോക്സിൻ എക്സ്റ്റേണലായിട്ടോ ഇൻറ്റേർണലായിട്ടോ വന്ന് ചേരാം. എക്സ്റ്റേണലായിട്ട് വരുന്നത് വായുവിൽ നിന്ന് വരാം, പിന്നെ വെള്ളത്തിൽ നിന്ന് വരാം. ഇൻറ്റേർണലായിട്ട് നമുക്ക് വെള്ളത്തിൽ നിന്ന് വരാം, ആഹാര സാധനങ്ങളിൽ നിന്ന് വരാം. പിന്നെ ഉദാഹരണം, അമിതമായിട്ട് മദ്യപാനമുള്ളവർക്ക് വരാം. പിന്നെ ഈ ഫുഡ് അഡിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് മുഴുക്ക മയക്കുമരുന്ന് പോലുള്ളതാണത്. അജിനോമോട്ടോ പോലുള്ള സാധനങ്ങളാണ് ചേർക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ തലച്ചോറിനകത്ത് ഓക്സിജൻ ലെവൽ എപ്പോഴും കുറവായിരിക്കും. അപ്പോൾ ഈ ഓക്സിജൻ ലെവൽ വർദ്ധിപ്പിക്കുന്നതിന് പല രീതികളാണ്. ഒന്ന്, ശുദ്ധവായു, ശുദ്ധവെള്ളം. പിന്നെ ഏറ്റവും കൂടുതൽ ഈ ആത്മഹത്യാ പ്രവണത കുറയ്ക്കാൻ സാധിക്കുന്നത് ഈ മെഡിറ്റേഷനിൽ കൂടെയാണ്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഹൗ ടു കൺട്രോൾ മൈൻഡ്. അതായത് നമ്മുടെ മൈൻഡാണ് നമ്മുടെ ബോഡിയെ മുഴുക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ പല ഫങ്ഷൻസ് കൊണ്ടും നിമിഷ നേരം കൊണ്ട് ഈ തലച്ചോറിന് അതിൻ്റെ സമനില തെറ്റും. അങ്ങനെ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു അവസരത്തിൽ അവർ ആത്മഹത്യാ പ്രവണത ഉണ്ടാകുന്നുണ്ട്. ആത്മഹത്യാ പ്രവണത ഒന്നിന് മാത്രമല്ല, പിന്നെ അത് മാത്രമല്ല, അതിന് ഇംഗ്ലീഷ് പറയുന്നത് സപ്രഷൻ ഓഫ് എമോഷൻസ്. ഇപ്പോൾ തന്നെ ഇലക്ഷൻ നിന്ന് 2-3 പേര് ഇപ്പോൾ ആത്മഹത്യ ചെയ്തു, പിന്നെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. കാരണം അവർക്ക് ഇത്രയും സിൻസിയറായിട്ടും അവർക്ക് താങ്ങാനും വേണ്ടിയുള്ള ശക്തി അവരുടെ മനസ്സിനില്ല. പക്ഷേ അത് ചെയ്ത് അതൊരു ആത്മഹത്യാ പ്രവണത അല്ലെങ്കിൽ അതൊരു സൊല്യൂഷനേ അല്ല. അപ്പോൾ ഇത് സമൂഹത്തിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് അവർക്ക് നേരത്തെ തന്നെ അവരുടെ ശക്തിക്കുറവുണ്ട്. മനസ്സിന് ശക്തിക്കുറവുള്ള ആളുകളാണ് കൂടുതലും. പക്ഷെ അത് അവർ ആരെടുത്തും തുറന്ന് പറയില്ല. ഇപ്പോൾ ചില ആൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള പേടി വരാം. പിന്നെ അതുപോലെ ഈ ഫേസ് ഓരോ കാര്യങ്ങൾ അഭിമുഖീകരിക്കാനുള്ള ഈ പ്രയാസം ഉണ്ടാവാം. ഈ സാധനങ്ങൾ, അതായത് നമുക്കൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് അറിയത്തില്ല. അപ്പം അഥവാ തന്നെ എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അവർ മറ്റൊരിടത്ത് പറയാതെ അവർ തന്നെത്താനെ ഇത് ഒതുക്കും. അതിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് സെൽഫ് സഫറിങ് ഉള്ളവർക്കാണ് ഇത് വരുന്നത്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറയത്തില്ല. ഇതെല്ലാം അവരുടെ മനസ്സിലൊതുക്കിയിട്ട് ചെയ്യും. പിന്നെ അതുപോലെ നമ്മുടെ തലച്ചോറിൻ്റെ ഈ കെമിക്കൽ ആക്ഷൻസിന് ഒരുപാട് വരുന്നുണ്ട്. അതായത് നമ്മുടെ ബോഡിയിൽ തന്നെ മോർ ദാൻ 100,000 കെമിക്കൽ ആക്ഷൻസ് ആർ ഗോയിങ് ഓൺ ദ ബോഡി ഇൻ ദ സയൻറ്റിസ്റ്റാണ്. അതായത് സയൻറ്റിസ്റ്റിന് അറിയാവുന്ന ഏകദേശം 100,000-ൽ പരം കെമിക്കൽസാണ് നമ്മൾ ബോഡി ഉണ്ടാക്കുന്നത്. അത് പല കെമിക്കൽസും ഇത് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ടെൻഡൻസി മാത്രമല്ല, എന്ത് വേണമെങ്കിലും അവർക്ക് സംഭവിക്കാം. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ആൻജിയോഗ്രാം ഒഴിവാക്കുക. അത് ഡേഞ്ചറസാണ്. അതിന് പകരം ഹാർട്ട് സ്കാൻ ചെയ്യുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, അതുപോലെ തന്നെ ബൈപ്പാസ് സർജറി ഒഴിവാക്കാം. അതായത് WHO പറഞ്ഞിരിക്കുന്നത് ആൻജിയോപ്ലാസ്റ്റി കൊണ്ടും ബൈപ്പാസ് സർജറി കൊണ്ടും ഒരു പ്രയോജനം പേഷ്യൻ്റ് വരുന്നില്ല. എന്നാലും 90% ബൈപ്പാസ് സർജറി ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ എന്നാലും 10% വരുന്നുണ്ട്. അപ്പോൾ അതിന് സർജറി അത്യാവശ്യമുള്ളതിന് വേണ്ടി വരും എന്നുള്ളതാണ് അതിന് 10% എന്ന് പറയുന്നത്. എൻ്റെ വാക്കല്ല, WHO പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലേറ്റസ്റ്റ് ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും പോയി ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ പേരാണ് ലേസർ തെറാപ്പി. എൻ്റെ സെൻറ്റർ ഇത് പ്രധാനമായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് ഈ സെൻറ്ററിൽ ലേസർ തെറാപ്പി കൊടുക്കുന്നുണ്ട്. ലേസർ തെറാപ്പിയുടെ മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈപ്പാസ് സർജറി ഒഴിവാക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റേതിന് അതിൻ്റെ ഒരു 4-1 അല്ലെന്നുണ്ടെങ്കിൽ അതിൽ കുറവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചാർജ് വരുന്നുള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിനും പിന്നെ എൻ്റെ പ്രമാദമായ പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KR നാരായണൻ സാർ, നമ്മുടെ ഫോർമർ പ്രസിഡൻറ്റ്, അദ്ദേഹത്തിന് ഒരു ബൈപ്പാസ് സർജറി രണ്ടാമത് ചെയ്യാൻ ഒക്കില്ല. പിന്നെ ലേസർ തെറാപ്പിയാണ് ഞാൻ അവിടെ രാഷ്ട്രപതി താമസിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മാർത്തോണ്ഡ മഹാരാജാവിൻ്റെ മകൻ പത്മനാഭ വർമ്മ, അദ്ദേഹത്തിനും ബ്ലോക്ക്. അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കോട്ടർ, അദ്ദേഹത്തിന് ഇതേ ട്രീറ്റ്മെൻറ്റ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.